ഖാല അലി ഇബ്നു സെയ്ദ് റഹിമഹുല്ലാ, അലി ഇബ്നു സെയ്ദ് റഹിമഹുല്ലാ പറയുന്നു, കാന ഇലാ ജാനിബി റജുലുൻ ദിമ്മിയും, എൻ്റെ അയൽപക്കത്ത് ദിമ്മിയായ ഒരു റജുലുണ്ടായിരുന്നു. അതായത് അമുസ്ലിമായ, മുസ്ലിമല്ലാത്ത, പക്ഷെ മുസ്ലിമിങ്ങളോട് കൂടുതൽ ശത്രുത വെക്കാത്ത ഒരു 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 മനുഷ്യൻ, ഒരു വ്യക്തി അവിടുത്തെ എൻ്റെ അയൽപക്കത്ത് ഉണ്ടായിരുന്നു എന്ന് അലി ഇബ്നു സെയ്ദ് റഹിമഹുല്ലാ പറയുന്നു. വകുന്തു ഫീ ശഹ്രി റബീഉൽ അവ്വൽ അദ്ഉൽ ഫുഖറാ, ഞാൻ റബീഉൽ അവ്വൽ മാസത്തിൽ ഫുഖറാക്കളെ, സാധുക്കളെ, പാവങ്ങളെ ഞാൻ വിളിക്കും. അഅ്മലു മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ മൗലിദ് ഞാൻ ഉണ്ടാക്കും. ഫഖാല ലി ദാലിക ദിമ്മിയു, ആ ദിമ്മിയായ ആ മുസ്ലിം, ആ അയൽവക്കത്തുള്ള ആ മുസ്ലിമായ ആളെ ചോദിച്ചു എന്നോട്, ലിമ തഫഅലു ഫീ ഹാദ അശ്ശഹരി ദൂന ഗൈരി, ഈ മാസത്തെ എന്താ നീ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, മറ്റു മാസത്തിലൊന്നും ഇല്ലാതെ ഈ മാസത്തെ എന്താ പ്രത്യേകിച്ച് ചെയ്യുന്നു ചോദിച്ചപ്പോൾ, ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഫറഹം ബി മൗലിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കാൻ വേണ്ടിയാണ്. കാരണം അന്നഹു ഉലിദ ഫീ ഹാദ അശ്ശഹരി, നബി തങ്ങളെ ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ് ജനിക്കപ്പെട്ടത്. ഫജഅല യഹ്സഹു ബി, എന്നിട്ട് മുസ്ലിമായ വ്യക്തി എന്നെ ഇങ്ങനെ പരിഹസിക്കാൻ, കളിയാക്കാൻ ഇങ്ങനെ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. ഫഹസ്സ അലിയ ദാലിക, അങ്ങനെ ആ കാര്യം അങ്ങനെ കളിയാക്കിയതൊക്കെ എനിക്ക് അത് വിഷമമായി, വല്ലാതെ വിഷമമുണ്ടാക്കി. വജത്തു മിൻ ദാലിക അംറൻ അദീമ, അത് കാരണം എനിക്ക് വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് അത്ഭുതം അനുഭവപ്പെട്ടു. ഫലമ്മാനും ഫീ തിൽക ലൈലത്തി, ആ രാത്രിയിൽ ഞാൻ ഉറങ്ങിയപ്പോൾ, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു. ഫഖാല ലി, നബി തങ്ങൾ എന്നോട് ചോദിച്ചു, മാ ബിക, നിനക്ക് എന്ത് പറ്റി? ഫഅഖ്ബർതുഹു, അപ്പോൾ ഞാൻ ബിഖബരി മഅദ്രിമിയും, മുസ്ലിമായിട്ടുള്ള ആ വിഷയമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ, ഫഖാല ലാ തഹ്സൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട. ഫഇന്നഹു യഅതി ഇലൈക ഗദൻ, നാളെ ആ വ്യക്തി നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങളുടെ അയൽവക്കത്തുള്ള ആ കാഫിറായ ആ മുസ്ലിമായ ആ മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ മുഅ്മിനായിട്ട് വരും, ആ വ്യക്തി മുഅ്മിനായിട്ട് വരും. ഫഖാല, അപ്പോൾ നമ്മളെ അലി ഇബ്നു സയ്യിദ് റഹിമഹുല്ലാഹ് പറയാണ്, ഫസൈഖത്തു, ഞാൻ അപ്പോൾ ഉണർന്നു. എൻ്റെ വിരഹം, എൻ്റെ സ്നേഹാധിക്യം വർദ്ധിച്ചു. എന്നോട് റസൂൽ പറഞ്ഞ കാര്യം, ആ വാഗ്ദത്തം, അത് പൂർത്തീകരിക്കാൻ ഞാൻ ഇങ്ങനെ കാത്തിരുന്നു. എൻ്റെ കാർമേഘങ്ങൾ എൻ്റെ കവിൾത്തടത്തിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു കണ്ണുനീരുകൾ. വൈദം ബിൽ ബാബി യുത്റഖ്, അപ്പോഴതാ വാതിൽ മുട്ടപ്പെടുന്നു, വാതിൽ മുട്ടുന്ന ശബ്ദമതാ കേൾക്കുന്നു. യഖൂൽ, ആ മുസ്ലിം ആയ ദിമ്മിയായ മനുഷ്യൻ പറയുന്നു, ഇഫ്തഹ്, വാതിൽ തുറക്കുക. ഫഖദ് സാല സദാ ഖൽബി, ഫഖദ് സാല സദാ ഖൽബി പറയുന്നു, സദാ ഖൽബി, എൻ്റെ ഹൃദയത്തിലുള്ള വിഷമം നീങ്ങിയിരിക്കുന്നു. ഇൻകാനൽ ഹബീബ് ഖദ് കാന ഇൻദക അൽ ബാരിഹത, ഇന്നലെ രാത്രി നിങ്ങളുടെ അടുക്കൽ ഹബീബ് ഉണ്ടായിരുന്നെങ്കിൽ, ഖദ് കാന ഇൻദി, എൻ്റെ അടുക്കലും ഉണ്ടായിട്ടുണ്ട്. പറയുന്നു, ഫതഹ്തു ലഹുൽ ബാബ, ഞാൻ എന്നിട്ട് ആ വ്യക്തിക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തപ്പോൾ, ഫദഖല, ആ വ്യക്തി അതാ കടന്നു വരുന്നു. വഹുവ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടന്നു വരുന്നു, മുസ്ലിമായി കൊണ്ട് കടന്നു വരുന്നു. ഫഖുൽതു ലഹു, ഞാൻ എന്നിട്ട് ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, മാ ശഅനുക, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ ഇത്രയും മാറ്റത്തിനുള്ള കാരണം എന്താണ്? ഖാല റഅയ്തു ലൈലത റജുലൻ ഹസന, ആ വ്യക്തി പറയുന്നു, ഹസനൽ വജ്ഹി, ഞാൻ ഇന്നലെ രാത്രി ഒരു അതിമനോഹരമായ മുഖമുള്ള, നല്ല സുഗന്ധമുള്ള, വലിയ പ്രൗഢിയുമുള്ള ഒരു വ്യക്തിയെ ഇന്നലെ രാത്രി ഞാൻ കണ്ടു. അസജ്ജൽ ഹാജിബൈൻ, എങ്ങനത്തെ ആളാണ്? പിരികകൾ വിരിഞ്ഞ്, നേർത്ത് നീണ്ടവരായ ആളാണ്.
സഹലൽ ഖദ്ദൈൻ, അവിടുത്തെ രണ്ട് കവിൾ തടം അത് മൃദുവുള്ളതാണ്, സോഫ്റ്റ് ഉള്ളതാണ്. ഇദാ തകല്ലമ ഫഅലിഹിൽ ബഹാ, അവിടുന്ന് സംസാരിച്ചാൽ ഫഅലിഹിൽ ബഹാ, അവിടുത്തെ മുഖത്തിങ്ങനെ പ്രകാശം ഇങ്ങനെ കാണാൻ സാധിക്കും. വൈദാ സമത ഫഅലിഹിൽ വഖാർ, അവിടുന്ന് മിണ്ടാതിരുന്നാൽ മിണ്ടാതിരുന്നാൽ ഫഅലിഹിൽ വഖാർ, അവിടുത്തെ മുഖത്തിങ്ങനെ ഗാംഭീര്യം ഇങ്ങനെ ഉണ്ടാകും. ഹുൽവുൽ മന്തിഖി, നല്ല സംസാരം, വളരെ മധുരമുള്ള സംസാരം. ഇതാ സംസാരിക്കുന്ന ആളാണ്. ഇതാ പല ആ വ്യക്തി ഇങ്ങനെ കടന്നു വന്നാൽ തഖൂലു ഹാദൽ ബദ്റുൽ മുനീർ, അങ്ങ് പറയും ഇത് 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 വ്യക്തമായ പ്രകാശിക്കുന്ന പൂർണ്ണ ചന്ദ്രന എന്ന് പറയും. വൈദാ മശ, അവിടെ നിന്ന് നടന്നാൽ യഫൂഹു മിൻഹുൽ മിസ്കു വൽ അംബറു, കസ്തൂരിയുടെയും അംബറിൻ്റെയും മണം അവിടെ നിന്ന് ഇങ്ങനെ പറന്ന് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തു വരും. ഇങ്ങനെ പ്രകാശം, ഇങ്ങനെ ആ സുഗന്ധം ഇങ്ങനെ വീശും. മാ അഹ്സന വജ്ഹഹു, അവിടുത്തെ മുഖം എത്രമാത്രം സുന്ദരമാണ്. വമാ അത്യബ റായിഹതഹു, അവിടുത്തെ ആ സുഗന്ധം എത്രമാത്രം മനോഹരമാണ്, എത്ര നല്ലതാണ്. ഫഅറത്തു അൻ ഉഖബ്ബില യദൈഹി, എന്നിട്ട് ഞാൻ നബി തങ്ങളെ എൻ്റെ കരങ്ങൾ ചുംബിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. ഖാല, എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, അതുഖബ്ബിലു യദി വ അൻത അലാ ഗൈരി ദീനി, നബി തങ്ങൾ ചോദിച്ചു വ്യക്തിയോട്, നിങ്ങൾ എൻ്റെ കൈ ചുംബിക്കുകയാണോ? നിങ്ങൾ എൻ്റെ ദീനിലല്ലല്ലോ, നിങ്ങൾ വേറെ ദീനിലാണല്ലോ, നിങ്ങൾ മുസ്ലിം അല്ലല്ലോ എന്ന് ചോദിച്ചു. ഫഖുൽതു, ഞാനപ്പോൾ ചോദിച്ചു, മൻ അൻതല്ലദീ മന്നല്ലാഹു അലയ്യ ബിക, അല്ലാഹു എനിക്ക് നിങ്ങളെ കൊണ്ട് എനിക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്ത അങ്ങനെയുള്ള നിങ്ങൾ ആരാണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അനല്ലദീ ഉർസിൽതു റഹ്മത്തൽ ലിൽ ആലമീൻ, വിധങ്ങൾ പറഞ്ഞു, ഞാൻ ലോകങ്ങൾക്ക് കാരുണ്യമായിട്ട് അയക്കപ്പെട്ട ആളാണ്. അന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളുടെ പിൻഗാമികളുടെ എല്ലാവരുടെയും നേതാവാണ് ഞാൻ. അന മുഹമ്മദുൻ ഖാതിമുൻ നബിയീൻ, ഞാൻ മുഹമ്മദ് നബി തങ്ങളാണ്, നബിമാരിൽ അമ്പിയാക്കന്മാരിൽ അവസാനത്തെ നബിയാണ്. റസൂലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ പറഞ്ഞു ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ഫഫതഹ യദൈഹി വആനഖനി, റസൂലുള്ളാഹി അവിടുത്തെ കൈ തുറന്നു തന്നു, എന്നെ കെട്ടിപ്പിടിച്ചു. റസൂൽ എന്നെ കെട്ടിപ്പിടിച്ചു. സുമ്മ ഖാല, പിന്നെ പറഞ്ഞു എന്നോട്, ഹാദിഹിൽ ജന്നത്തു, ഇതാ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചോളൂ, ഇത് സ്വർഗം. വദാക്കൽ ഖസ്റു, ഓതാ കൊട്ടാരം, ഇത് സ്വർഗമാണ്. ഓതാ കാണുന്ന കൊട്ടാരം നിങ്ങൾക്കാണ്. വദാക്കൽ ഖസ്റു ലക, ആ കൊട്ടാരം നിങ്ങൾക്കാണ്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ അലാമതു ദാലിക, എന്നാൽ അതിൻ്റെ അടയാളം എന്താണ് നബിയെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഖാല പറഞ്ഞു, അൻതമൂത ഗദാ, അതിൻ്റെ അടയാളം നാളെ നീ മരിക്കലാണ്. ഖാല സാഹിബുൽ ഹികായത്തി, കഥ പറയുന്ന ഈ വിഷയം പറയുന്ന ആള് പറഞ്ഞു, വബൈനമാ ഹുവ യുഹദ്ദിസുനി, എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ, വൈദം ബിൽ ബാബി യുത്റഖ്, അപ്പോൾ അതാ വീണ്ടും വാതിലിങ്ങനെ മുട്ടപ്പെടുന്നു, വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. ഖായിലു യഖൂൽ, വിളിച്ചു പറയുന്നു, إن كنت أنت حظيت يوما باللقاء زال الجفا عنا وقد زال الشقام. അങ്ങ് ഒരു ദിവസത്തെ ദർശനം കൊണ്ട് അങ്ങ് ഇത്രയും വലിയ ഭാഗ്യവാനായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിൽ നിന്ന് അകൽച്ചയും കഷ്ടപ്പാടുമൊക്കെ നീങ്ങിപ്പോയിരിക്കുന്നു. ഫഖുൽതു ലഹു, ഞാനപ്പോൾ ഈ മനുഷ്യരോട് ഞാൻ ചോദിച്ചു, മൻ ഹൗല, ഇവരൊക്കെ ആരാണ് ഈ വന്നത്? ഖാല, പറഞ്ഞു, സൗജത്തി, എൻ്റെ ഭാര്യയാണ്, വബനത്തി, എൻ്റെ മോളാണിത്. ഖാല, പറഞ്ഞു, ഫദഖലത, രണ്ടാളും കടന്നു വന്നു. തഖൂലന, അവർ രണ്ടാളും പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ രണ്ടാളും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ഫഖാല ലഹുമാ, എന്നിട്ട് അവരോട് ചോദിച്ചു, കൈഫ ഈമാനുക്കും, നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ്? ഖാലത, അപ്പോൾ രണ്ടാളും പറഞ്ഞു, റഅയ്നാഹു റസൂലുള്ളാഹിനെ, ഞങ്ങളും കണ്ടിട്ടുണ്ട്. കമാ റഅയ്ത റഅയ ഐനി, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങളും കണ്ടിട്ടുണ്ട്. വൈൻകാന വഅദക ബിഖസ്രിൻ, നിങ്ങൾക്ക് ഒരു കൊട്ടാരം കൊണ്ട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫഖദ് വഅദനാ ബിഖസ്റൈൻ, ഞങ്ങൾക്ക് 2 കൊട്ടാരം കൊണ്ട് ഞങ്ങൾ രണ്ടാൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഫഖാല
എന്നിട്ട് കാല പറഞ്ഞു ഫമാത്ത റജുൽ ഫിൽ വക്തി, ആ വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തി ഫിൽ വക്തി, ആ സമയത്ത് തന്നെ ആ വ്യക്തി മരണപ്പെട്ടു. പിറ്റേ ദിവസം ഇബ്നത്തുഹും, അവിടുത്തെ മകൾ മരിച്ചു, മരണപ്പെട്ടു. മൂന്നാം ദിവസം മാത്രം സൗജത്തുഹും, അവളുടെ ഭാര്യയും മരണപ്പെട്ടു. റഹിമഹുമുല്ലാഹ്, അവരുടെ ورحمنا معهم الحمد لله الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم. തങ്ങളുടെ ഉമ്മത്തിൽ ഞങ്ങളെ പെടുത്തിയ അള്ളാഹുവിനിക്ക് സർവസ്തുതിയും. കുല്ലമാ ദക്കറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹി ലഗാഫിലൂൻ. അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന കാലത്തോളം വഗഫല അൻ ദിക്രിഹി ലഗാഫിലൂൻ, അശ്രദ്ധരായവർ അവിടുത്തെ ഓർമ്മയെ തൊട്ട് അശ്രദ്ധരാകുന്ന കാലത്തോളം അള്ളാഹുവിനിക്ക് സർവസ്തുതി. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. الله ولي نعم الولي صلوا على هذا النبي محمد. അല്ലാഹു രക്ഷകനാണ്, അല്ലാഹുവിന്റെ രക്ഷകനാണ്. നിഅമൽ വലി, എന്തു നല്ല രക്ഷകനാണ്. സല്ലു അലാ ഹാദ നബി മുഹമ്മദി, ഈ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലണം. أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد. ആ മൗലിദിന്റെ നിമിത്തങ്ങൾ ജനിച്ച ആ മാസം ഖൽബിന്റെ വസന്തത്തിനെ ജീവിപ്പിച്ചിരിക്കുന്നു. കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി, എല്ലാ ആളുകളെയും ജീവിപ്പിച്ചിരിക്കുന്നു. ബിദിക്രി മൗലിദി അഹ്മദി, സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മൗലിദ് പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്നു. ചഅത്ലി മൗലിദിഹി ശരീഫി ബശായിറു വഖവാരിഖുൽ ആദാതി ലൈലത മൗലിദി. ആ മഹത്തായ പരിശുദ്ധമായ മഹത്തായ അവിടുത്തെ ജന്മദിനത്തിന്റെ വരവേറ്റുകൊണ്ട് സന്തോഷ വാർത്തകൾ വന്നിരിക്കുന്നു. ധാരാളം അസാധാരണ സംഭവങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടുത്തെ ആ പ്രസവിച്ച ആ രാത്രിയിൽ. അവിടുത്തെ റസൂലുള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളും അത്ഭുത സംഭവങ്ങളും നിരവധിയാണ്. ഷഹീദത്ത് ബിസിഹത്തിഹ അഖൂലുൽ ഹുസ്സദി, ആ അത്ഭുത സംഭവങ്ങൾ സത്യമാണെന്ന് അസൂയക്കാരുടെ ബുദ്ധികൾ പോലും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അൽബദ്റു ശുഖ ബി അംരിഹി വശംസു ഇദ് ഗർബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. ആ ചന്ദ്രനതാ റസൂലുള്ളാഹിന്റെ കൽപ്പനത്താൽ ചന്ദ്രൻ പിളർന്നു. വശംസു ഇത് സൂര്യനതാ ഇത് ഗർബത്ത്, ഇങ്ങനെ അത് മടങ്ങി വന്നു. ലഹു റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടുകൊണ്ട് അതെന്തായി, അസ്തമിച്ച സൂര്യൻ റുദ്ദത്ത്, അത് മടങ്ങി വന്നു. ബിഗൈരി തറദ്ദുദിൻ, ഒരു മടിയും കൂടാതെ, ഒരു തറദ്ദുദില്ലാതെ അതിങ്ങനെ മടങ്ങി വന്നു. മക്കാർ ചോദിച്ചപ്പോൾ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരുന്ന മക്കാർ ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി ചന്ദ്രനെ പിളർത്തി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പിന്നെ ഈ സൂര്യനെ മടക്കി വിളിച്ചത് നബി സല്ലല്ലാഹു തങ്ങൾ ഈ 2 പ്രാവശ്യം സൂര്യനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ഈ ഖന്തക്കിന്റെ ദിവസത്തിൽ അവർ എന്താക്കി, അസർ നിസ്കാരത്തിന് തൊട്ട് അവർ പിന്തിയപ്പോൾ, അങ്ങനെ സൂര്യൻ അസ്തമിച്ച് കഴിയുന്നത് വരെ അവർ അശ്രദ്ധരായി. അപ്പോൾ എന്താക്കി, അള്ളാഹു അതിനെ മടക്കി കൊണ്ടുവന്നു. ഏതുവരെ അവർ അസർ നിസ്കരിക്കുന്നതിനെ മടക്കി കൊണ്ടുവന്നു. പിന്നെ ഒരു സംഭവം, അത് ഇസ്രാഇന്റെ ദിവസത്തിലാണ്. والوحش والأشجار قد سجدت له وعليه قد سلمنا بعد تشهد. കാട്ടമൃഗങ്ങളും മരങ്ങളുമെല്ലാം റസൂലുള്ളാഹിക്ക് സാഷ്ടാംഗം ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. വഅലൈഹി ഖദ് സല്ലംന ബഅദ തശഹുദി, അവരെല്ലാവരും സാക്ഷ്യം വഹിച്ചതിന് ശേഷം, അവർ ഷഹാദത്ത് ചൊല്ലിയതിനു ശേഷം അവരെല്ലാം റസൂലുള്ളാഹിക്ക് ഇങ്ങനെ അവർ സലാം, ഇങ്ങനെ എല്ലാവരും ആ മരങ്ങളും ആ കാട്ടുമൃഗങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് സലാം ഇങ്ങനെ ചൊല്ലുന്നു. വമിനൽ യസീരി സഖാ വഅത്അമ ജൈശഹു, വളരെ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് അവിടുത്തെ സൈന്യത്തിനെയും ഭക്ഷണവും വെള്ളവും നൽകി, ദാഹവും വിശപ്പും മാറ്റി. حتى اكتفوا ويسيره لم ينفدي. അവർ തൃപ്തിപ്പെടുവോളം അവരെന്തായി ഭക്ഷിപ്പിച്ചു. അവർ തൃപ്തിപ്പെടുവോളം ഭക്ഷിപ്പിച്ചു.
എന്നിട്ടും വയസീറുഹൂലം എംഫതി, എന്നിട്ട് പോലും അതിൻ്റെ അല്പം പോലും അത് കുറഞ്ഞിട്ടില്ല. വലഹുൽ വസീലത്തു വൽ ഫളീലത്തു വൽ ഉലാം വമഖാമുഹുൽ മഹ്മൂദു യൗമൽ മൗഇദി. ഉന്നതമായ പദവിയും പ്രത്യേകമായ ശ്രേഷ്ഠത, ഉയർന്ന സ്ഥാനവും, സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെട്ട അവിടുത്തെ ആ സ്ഥാനം യൗമൽ മൗഇദി, ഉയർത്തി എഴുന്നേൽപ്പിൻ്റെ ദിവസം, വാഗ്ദത്തം ചെയ്യപ്പെടുന്ന എഴുന്നേൽപ്പിൻ്റെ ദിവസത്തിൽ അത് റസൂലുള്ളാഹിക്കുള്ളതാണ്. ഔസാഫുഹുമാ യന്തഹി തഅദാദുഹാ ഫൽമദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സിദി. ആ റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങൾ അത് എണ്ണിപ്പറയാൻ കഴിയൂല. ഫൽമദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സിദി, ലക്ഷ്യത്തേക്ക് എത്തുന്നതിൽ നിന്ന് മദ്ഹ് പറയൽ അതെന്താന്ന് ചുരുങ്ങിപ്പോകുന്നുണ്ട്. അതായത് എല്ലാ വിശേഷണങ്ങളും പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ, ഓ നേതാക്കളുടെ നേതാവായ നബിയെ, അങ്ങയുടെ അടുക്കൽ നാം വന്നിരിക്കുന്നു ഒരു ഉദ്ദേശം കൊണ്ട്, ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങേ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങയുടെ കാവൽ നാം പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഫലാ തുഖയ്യിബ് മഖ്സദി, ഞങ്ങളുടെ ലക്ഷ്യത്തെ ഞങ്ങൾ നിരാശപ്പെടുത്തരുത് നബിയേ. ഖദ് ഹല്ലബി, നമ്മളിലേക്ക് ഞങ്ങൾ ഉണ്ടായിരിക്കുന്നു മാ ഖദ് അലിംത മിനല്ലദാ വള്ളുൽമി വള്ളുഅഫി ശദീദി ഫഅസ്ഇദി. അങ്ങറിഞ്ഞതുപോലെയുള്ള കഷ്ടപ്പാടുകൾ, അക്രമവും കൂടുതൽ കടുത്ത ദൗർബല്യവും ഞങ്ങളിൽ ഉണ്ടായിരിക്കുന്നു, ഞങ്ങളിൽ ഇറങ്ങിയിരിക്കുന്നു, ഞങ്ങളിലുണ്ട്. ഫഅസ്ഇദി, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ സൗഭാഗ്യവാനാക്കണം. മലി സിവാ ഹുബ്ബി ലദൈക വസീലത്തുൻ ഫംനുൻ അലയ്യ ബിഫദ്ലി ജൂദിക അസ്അദി. അങ്ങയോടുള്ള സ്നേഹമല്ലാതെ ഞങ്ങൾക്ക് ഒരു മാധ്യമമായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല, നമ്മൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഫംനുൻ അലയ്യ ബിഫദ്ലി ജൂദിക അസ്അദി, അങ്ങേ നമ്മൾക്ക് അനുഗ്രഹം ചെയ്യണം ഞങ്ങളുടെ മേൽ. ബിഫദ്ലി ജൂദിക, അങ്ങയുടെ ഈ ദാനത്തിൻ്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്യണം. ഞങ്ങളെ സൗഭാഗ്യവാനാക്കുകയും വേണം. ഇനി നസീലുക, നബിയെ നിങ്ങളുടെ അതിഥിയാണ്. നസീലു ലദൈകയാ, നമ്മുടെ അതിഥി നിങ്ങളുടെ അടുക്കലാണ് നബിയെ. അങ്ങയുടെ അതിഥി ഒരിക്കലും നിരാശപ്പെടുകയില്ല. യാ ഖൈറൽ അനാമി, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ നബിയെ. ബിഖുല്ലി ഖൈരിൻ യഖ്തദി, എല്ലാ നന്മകളും അതിവേഗം എത്തിച്ചേരുന്ന ഉത്തമരായ നബിയെ. فعليك منا كل وقت دائما أزكى الصلاة مع السلام السرمدي. അങ്ങയുടെ മേൽ എല്ലാ സമയത്തും നിരന്തരമായിട്ട് അങ്ങയുടെ മേൽ ഉന്നതമായ വിശുദ്ധമായ സലാത്ത്, ശാശ്വതമായ സലാമോടുകൂടി ഉണ്ടാവട്ടെ. വാലാ സഹാബത്തിക്കൽ കിറാമി ജമീഇഹിം, മഹത്തായ എല്ലാ സഹാബത്തിന്റെ മേലുണ്ടാവട്ടെ, താബീങ്ങളുടെ മേലുണ്ടാവട്ടെ. ബിഖൈരിൻ ഫജ്ഹദി, ഖൈറിനെ പിൻപറ്റുന്ന. അങ്ങനെ നല്ലോണം പരിശ്രമിക്കണം.